السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളും വിശേഷണങ്ങളും പഠിക്കുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ രചിച്ച ഫിഖ്ഹുൽ അസ്മാഇ വൽ ഹുസ്ന എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഖ്തിലാഹു അസ്മാഇല്ലാഹി ലിആഥാരിഹി മിനൽ ഖൽഖി വത്തക്വീൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളും വിശേഷണങ്ങളും ഒക്കെ കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും അതിൻ്റെ സ്വാധീനം അത് അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെയും വിശേഷണത്തിൻ്റെയും സ്വാധീനം പ്രപഞ്ചത്തിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും എന്നതിനെക്കുറിച്ചാണ് ആദ്യമായി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ സൃഷ്ടിപ്പുകളും സൃഷ്ടാവിനെ അറിയിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. ഓരോ സൃഷ്ടിപ്പുകളും അള്ളാഹു എന്ന സൃഷ്ടാവിനെ അറിയിക്കുന്നുണ്ട്. അവിടെയാണ് ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിലേക്കും ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, രാത്രി, പകല്, പർവ്വതങ്ങൾ, കടലുകൾ, ഇതിൻ്റെ എല്ലാം സൃഷ്ടിപ്പിൽ കൃത്യമായ ഒരു സൃഷ്ടാവുണ്ട്. അൽ ഖാലിഖ്, അള്ളാഹു ആണ് സൃഷ്ടാവ് എന്ന് പറയുമ്പോൾ അവൻ്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ സൃഷ്ടിപ്പെല്ലാം അള്ളാഹുവിൻ്റെ ഖാലിഖ് എന്ന ഇസ്മിനെ അറിയിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ഖാലിഖ് എന്ന ഇസ്മിനെ അറിയിക്കുന്നതാണ് പ്രകൃതിയിലെ അവൻ്റെ ഓരോ പ്രകൃതിയിൽ അവൻ പടച്ചതായ ഓരോ സൃഷ്ടികളും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടാവ് എന്ന നാമത്തിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ കാണുന്ന സൃഷ്ടിപ്പുകളെല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യ സൃഷ്ടിപ്പ് തന്നെ അത്ഭുതത്തിൻ്റെ കലവറയാണ്. അതായത് നമ്മുടെ സൃഷ്ടിപ്പിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം ബോധ്യപ്പെടുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറഞ്ഞു വെച്ചത്, ഇഅരിഫ് നഫ്സക് തഅരിഫ് റബ്ബക്. നീ നിന്റെ നഫ്സിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് നിന്റെ റബ്ബിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത്രയും അത്ഭുതങ്ങളാണ് മനുഷ്യ സൃഷ്ടിപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചിട്ടുള്ളത്. അത്രയും അത്ഭുതങ്ങളാണ്. അതായത് ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സൂര്യൻ്റെ സൃഷ്ടിപ്പിലേക്കും ആകാശത്തിൻ്റെയും പർവ്വതങ്ങളുടെയും കടലുകളുടെയും എല്ലാം സൃഷ്ടിപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിൽ ഒരു കണ്ണഞ്ചി പോകുന്ന അവസ്ഥ തീർച്ചയായും ഉണ്ടാകുന്നതാണ്. ഒരു അത്ഭുതങ്ങളാണ് അള്ളാഹു സൃഷ്ടിച്ച ഓരോ സൃഷ്ടിപ്പും. അള്ളാഹു സൃഷ്ടിച്ച ഓരോ സൃഷ്ടിപ്പും ഇത്രയും കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി ഒരു പോരായ്മയും ഇല്ലാതെ സൃഷ്ടിച്ച റബ്ബ്. എന്നാൽ ചില ആളുകൾ പറയുന്നത് ഇതിൻ്റെ പിന്നിലൊന്നും സൃഷ്ടാവില്ല എന്നാണ്. ഇതൊക്കെ വെറുതെ ഒരു പെട്ടെന്ന് പൊട്ടിമുളച്ചതാണ്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതാണ് എന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. ഒന്നുമില്ലായ്മയിൽ നിന്നാണോ അവർ സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് അവർ സൃഷ്ടിക്കപ്പെട്ടു എന്നാണോ പറയുന്നത്? അതല്ല, അം ഹുമുൽ ഖാലിഖൂൻ, അവർ തന്നെയാണ് സൃഷ്ടാവ് എന്നാണോ പറയുന്നത് എന്നാണ്. ഒന്നുകിൽ വെറുതെ ഉണ്ടാകണം, അതെന്തായാലും നടക്കുകയില്ല. അതല്ലെങ്കിലോ അവരെ തന്നെ സൃഷ്ടിക്കണം, അതും ഒരിക്കലും സാധിക്കുന്നതല്ല എന്നാണ്. മറിച്ച് എന്താ സംഭവിക്കുന്നത്? അള്ളാഹു ആണ് സൃഷ്ടാവ് എന്നുള്ളത്. സ്വയം ഒരാൾക്ക് ഒരാളെ സൃഷ്ടിക്കാനും പറ്റൂല, സ്വയം ഒരാൾ ഉണ്ടാകുന്ന അവസ്ഥയും സാധ്യമാകുന്ന ഒരു വിഷയമല്ല. എന്നിട്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, അം ഖലഖുസ് സമാവാതി വൽ അർദ ബൽ ലാ യൂഖിനൂൻ. അതല്ല, അവരാണോ ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചത്? അവരാണോ ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം സൃഷ്ടിപ്പിന്റെ പിന്നിൽ? ബൽ ലാ യൂഖിനൂൻ, അവർക്ക് എന്തില്ല? ദൃഢമായ അറിവ് അവർക്കില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ സൃഷ്ടാവില്ല, ഭൂമി വെറുതെ ഉണ്ടായതാണ്,
ഒരു സുപ്രഭാതത്തിൽ ഒരു വലിയ പൊട്ടിത്തെറിയുണ്ടായി, ആ പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ടാണ് ഭൂമി ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ, പൊതുവെ ഒരു പൊട്ടിത്തെറിയുടെ ഭാഗമായി ഉണ്ടായി കഴിഞ്ഞാൽ പോലും എന്തെങ്കിലും ഒരു ന്യൂനത അവിടെ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. എന്നാൽ ഒരു ന്യൂനതയുമില്ലാതെ, ഒരു വിടവുകളുമില്ലാതെ വളരെ പൂർണ്ണമായി ഒരു സൃഷ്ടിപ്പ് നടക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയുള്ള സൃഷ്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് തീർച്ച. അതുകൊണ്ട് തന്നെ നമ്മുടെ നഫ്സിലേക്ക്, നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. അൽ ഖാലിഖ് എന്ന ഇസ്മിൻ്റെ പൂർണ്ണ ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ മഖ്ലൂക്കുകളെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. അള്ളാഹു സൃഷ്ടിച്ച ഓരോ സൃഷ്ടിപ്പിലേക്കും നോക്കിക്കൊണ്ട് അതിൻ്റെ പിന്നിലുള്ള അത്ഭുതങ്ങളെ കാണാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സൃഷ്ടിച്ച ഹൃദയം, ആ ഹൃദയത്തിലേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 1,00,000 തവണയാണ് ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. 1,00,000 തവണ, ഏകദേശം 7000 ലിറ്റർ ബ്ലഡാണ് എല്ലാ ദിവസവും ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയും കൃത്യതയോടുകൂടി ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ ദിവസങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, പൊതുവെ ഒരു ബൈക്കിൻ്റെ പ്രധാനപ്പെട്ട അവയവം, ബൈക്കിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇഞ്ചിനാണ്. ആ ഇഞ്ചിന് പണി മുടക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യൂല, ഒന്നും നടക്കൂല. എന്നാൽ ആ ബൈക്കിന് തന്നെ എന്ത് ചെയ്യും, നമുക്ക് കൃത്യമായ മെയിൻ്റെനൻസ് നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തിനോ, ആ ഹൃദയത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യണില്ല. എന്നാലോ അത് മരിക്കും വരെ ഒരു നിശ്ചലതയുമില്ലാതെ കൃത്യമായി മിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് അതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു റബ്ബുണ്ട് എന്നതിനെയാണ് അറിയിക്കുന്നത് എന്നാണ്. നമ്മുടെ DNA എന്നത്, അതായത് ഓരോ സെല്ലും, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ സെല്ല് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ സെല്ലിൻ്റെ ഉള്ളിൽ 3 ബില്യൺ കണക്കിന് ജനറ്റിക് കോഡുകൾ ഉണ്ട് എന്നുള്ളതാണ്. 3 ബില്യൺ കണക്കിന് ജനറ്റിക് കോഡുകൾ. ആ കോഡുകളെല്ലാം നമ്മൾ എഴുതാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 100 കണക്കിന് പുസ്തകങ്ങൾ പോലും നമുക്ക് മതിയാവുകയില്ല എന്നാണ്. അത്രയും വ്യക്തതയിലാണ് അള്ളാഹു നമ്മുടെ ശരീരത്തെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. നമ്മുടെ കണ്ണുകളിലേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കണ്ണ് കൃത്യമായി ഏതാണോ കളറ്, ഏതാണോ നിറം, ആ നിറം ഏത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരികയും കൃത്യമായ ബ്രൈറ്റ്നസ്, അത് ആവശ്യത്തിൻ്റെ സന്ദർഭത്തിൽ കൂട്ടുകയും കുറയ്ക്കുകയും, ഫോക്കസ്, ഇതെല്ലാം തനിയെ വെറും മൈക്രോ സെക്കൻഡ് എന്നല്ല, അതിനേക്കാളും തുച്ഛമായ സമയത്തിലൂടെ എല്ലാം എന്ത് ചെയ്യാണ്, മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അത്രയും വ്യക്തമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്. നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അടയുകയും തുറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ കണ്ണിനെക്കുറിച്ച് പറയുന്നിടത്ത് 1 മിനിറ്റിൽ 15-20 തവണ എന്ത് ചെയ്യും, കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യുന്നത് എന്തിനാണ് എന്ന് പറയുന്നിടത്ത് ഇത്തരം ആളുകളൊക്കെ പറഞ്ഞു വെക്കുന്നത്, കണ്ണടയുകയും തുറയുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു വെള്ളം, ഒരു ചെറിയ നേർത്ത രൂപത്തിലുള്ള ഒരു വെള്ളം ഉൽപ്പാദിപ്പിക്കുകയും അത് നമ്മുടെ കണ്ണിൻ്റെ പുറം ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വൃത്തിയാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെന്ത് ചെയ്യുന്നില്ല, നമുക്കറിയാം ഒരു കാറിൻ്റെ വൈപ്പർ എന്ത് പണിയാണോ ചെയ്യുന്നത്, ആ പണിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കണ്ണുകൾ അടക്കുകയും തുറക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. എന്തൊക്കെ പൊടിപടലങ്ങൾ അവിടെ പിടിക്കുന്നുണ്ടോ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അടക്കുന്ന സമയത്ത് ആ പൊടിപടലങ്ങൾ നീങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യും, ഒരു വ്യക്തതയിലേക്ക് എന്ത് ചെയ്യാണ്, ആ കണ്ണിനെ എത്തിക്കുന്നുള്ളതാണ്. അതായത് നമ്മുടെ പുറം ഭാഗത്ത് കാണുന്ന കോർണിയ എന്ന് പറയുന്ന ഭാഗം, കണ്ണിൻ്റെ പുറം ഭാഗത്തെ കോർണിയ എന്നാണ് പറയുക, ആ ഭാഗം വളരെ കൃത്യമായി നിലനിൽക്കാനുള്ള കാരണം നമുക്ക് വളരെ വ്യക്തമായി, അതായത് ഒരു ഗ്ലാസ്സിലേക്ക് എന്തെങ്കിലും പതിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, മങ്ങുന്ന അവസ്ഥ ഉണ്ടാകും. എന്നാൽ കണ്ണിനോ മങ്ങുന്ന അവസ്ഥയില്ല. എന്തുകൊണ്ട്, അത് കൃത്യമായി അടയുകയും തുറയുകയും ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ടാണ്. എന്തിനേറെ നമ്മുടെ ശരീരത്തിന് ഒരു മുറിവ് ബാധിച്ചു എന്ന് വിചാരിക്കുക, ബാധിച്ച മുറിവ് അത് തനിയെ ഉണങ്ങുന്നു. അതെന്ത് ചെയ്യുന്നു, ഓരോ കൃത്യമായ പ്രക്രിയയിലൂടെ കടന്നുപോയി അവസാനം അത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ കവർ ചെയ്ത് മുറിവുണക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം അൽ ഖാലിഖ്, സൃഷ്ടാവ് എന്ന നാമത്തെ വളരെ കൃത്യമായി അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെന്ന ഒരു ജീവിയുടെ അവസ്ഥ മാത്രമാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ മറ്റു ജീവജാലങ്ങളുടെ അവസ്ഥകൾ, അതിൻ്റെ പിന്നിലുള്ള പ്രക്രിയകൾ, അതിൻ്റെ പിന്നിലുള്ള സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണഞ്ചി പോകുന്നുള്ളതാണ്. ഓരോ സൃഷ്ടിപ്പും,
ഓരോ സൃഷ്ടിക്കും അള്ളാഹു വളരെ കൃത്യമായി എന്താണോ അതിന് നൽകേണ്ടത് അത് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതിനെയെല്ലാം നിഷേധിക്കുകയും അള്ളാഹു അല്ല സൃഷ്ടാവ് എന്നൊക്കെ പറയുന്ന ആളുകൾ അവർ അള്ളാഹുവിനെ തിരിച്ചറിയാത്ത ആളുകളാണ്. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിൽ പറയുന്നത് വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയിട്ടില്ല. ആരാണ് അള്ളാഹു? വൽ അർദു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഭൂമി മുഴുവനും നിങ്ങൾ അഹങ്കരിച്ച് നടന്ന നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾ കരുതിയ ഭൂമി മുഴുവനും അള്ളാഹുവിന്റെ കൈപ്പിടിയിലായിരിക്കുന്ന വസ്സമാവാതു മത്വിയാതുൻ ബിയമീനി, അവന്റെ വലത്തെ കയ്യിൽ അള്ളാഹു ആകാശത്തെ ചുരുട്ടിപ്പിടിക്കുന്ന, അള്ളാഹു ആകാശത്തെ ചുരുട്ടിപ്പിടിക്കും. ആകാശം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ അറ്റം എവിടെയാണ് എന്ന് പോലും സയൻസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിപ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതിന് ഇനിയും ഒരുപാട് കണ്ടെത്തേണ്ടതുണ്ട് എന്ന പഠനത്തിലേക്കാണ് ദിവസങ്ങൾ കഴിയുന്തോറും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആകാശം അള്ളാഹു അവന്റെ വലത്തെ കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കുന്നതാണ്. എന്നിട്ട് അള്ളാഹു പറയാൻ, എന്നിട്ടും ഇത്രയും ഉന്നതനായ റബ്ബ്, ആ റബ്ബിലും പങ്കു ചേർക്കുന്ന ആളുകളുണ്ട്, അവനിൽ ശിർക്ക് വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്, അവനെ അല്ലാതെ ആരാധിക്കുന്ന ആളുകളുണ്ട്. അതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ ഉന്നതനാണെന്ന്, അള്ളാഹു എത്രയോ ഉന്നതനാണ് എന്ന് പറയുകയാണ്. സൂറത്തു അൻആമിലെ 91-ാമത്തെ ആയത്ത് വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി ഇദ് ഖാലൂ മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈ, അവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. സൂറത്തുൽ മുഅ്മിനൂനിലെ 115, 116 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഉണർത്തുകയാണ്. എന്താണ് ജീവിതത്തിൽ അവന്റെ ലക്ഷ്യം എന്ന് അള്ളാഹു അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അഫ ഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നാണോ വിചാരിക്കുന്നത്? ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ, ജീവിതത്തിന് ഒരു ലക്ഷ്യവുമില്ലാതെ ഇങ്ങനെ ഓരോ ദിവസവും നമ്മിലൂടെ കടന്നു പോകുന്നു, ഒരു പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അവസാനം മരണത്തിലേക്ക് എത്തി മരിച്ചു പോകുന്ന ഒരു ലക്ഷ്യവുമില്ലാത്ത ജീവിതത്തിന് വേണ്ടിയിട്ടാണോ റബ്ബ് ഇത്രയും വ്യവസ്ഥകളോടുകൂടി നിങ്ങൾ സൃഷ്ടിച്ചത് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന്? എന്നിട്ട് അള്ളാഹു പറയുന്നത് വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ കരുതുന്നുണ്ടോന്ന്. ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ ഉന്നതനാണ്, അവനാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ, അവൻ മാത്രമാണ് സത്യമായിട്ടുള്ളവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അതോടൊപ്പം തന്നെ സൂറത്തുൽ മുൽക്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട് അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ, 7 ആകാശങ്ങളെ തട്ടുകളായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു പറയാൻ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, ഒരു ഏറ്റക്കുറവും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയില്ല. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയാം, മനുഷ്യനെ അള്ളാഹു വെല്ലുവിളിക്കാൻ ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ, എന്തെങ്കിലും ഒരു വിടവ്, എന്തെങ്കിലും ഒരു ന്യൂനത, എന്തെങ്കിലും ഒരു കുറവ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. ആകാശം എന്ന അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് മാത്രം പരിശോധിച്ചാൽ മതി, അത്രയും ഭംഗിയാണ് ആകാശത്തിന്. ആ ആകാശം ഇങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയായിരുന്നു വേണ്ടത് എന്ന് പറയാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല എന്നാണ്. അത്രയും കൃത്യമാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അവസ്ഥ. അതാണ് ഷുറൈ അൽ ഖാദി റഹിമഹുള്ള പറയാറുണ്ടായിരുന്നു എന്നാണ്, ഉഖ്റുജൂ ബിനാ ഹത്താ നൻദുറ ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും പോകാം, എങ്ങനെയാണ് ഒട്ടകത്തെ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. വഇലസ് സമാഇ കൈഫ റുഫിഅത്, എങ്ങനെയാണ് ആകാശം ഉയർത്തപ്പെട്ടത് എന്നത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഷുറൈഹുൽ ഖാദി റഹിമഹുല്ല എല്ലാ ആളുകളെയും വിളിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുക എന്നത്. അവിടെയാണ് ചില ഉലമാക്കൾ പറഞ്ഞു വെച്ചത് തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഖിയാമി ലൈലത്തിൻ, രാത്രി നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമമാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുക എന്നത്. അത് അള്ളാഹുവിലേക്കാണ് നിന്നെ എത്തിക്കുക, അള്ളാഹുവിന്റെ മഹത്വത്തെ നിനക്ക് ബോധ്യപ്പെടുത്തി തരും, അള്ളാഹുവിനോടുള്ള നിന്റെ ഇഷ്ടം വർദ്ധിക്കും, അള്ളാഹുവിനോടുള്ള നിന്റെ സ്നേഹം വർദ്ധിക്കും, അള്ളാഹുവിനോടുള്ള നിന്റെ പേടി വർദ്ധിക്കും എന്നാണ് ഉലമാക്കൾ പറഞ്ഞു വെച്ചത്. അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളും, അള്ളാഹുവിന്റെ അൽ ഹമീദ്, അൽ മജീദ് എന്ന നാമങ്ങൾ അറിയിക്കുന്നത് ജനങ്ങളെ അള്ളാഹു എന്ത് ചെയ്യൂല, ഒരിക്കലും വെറുതെ വിടുകയില്ല എന്നാണ്. ജനങ്ങളെ അള്ളാഹു വെറുതെ വിടുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകില്ല. അവരോട് കൽപ്പനകൾ കൽപ്പിക്കാതിരിക്കുക,
നിരോധനങ്ങൾ ഏർപ്പെടുത്താതിരിക്കുക, പ്രതിഫലങ്ങൾ ഏർപ്പെടുത്താതിരിക്കുക, ശിക്ഷിക്കാതിരിക്കുക, ഇങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകൂല. കാരണം അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും തേടുന്നത് അതിന് നേർവിരുദ്ധമാണ്. ഒരിക്കലും അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ തേടുന്നത് എന്തല്ല, മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചു കൊള്ളട്ടെ എന്നതിലേക്കല്ല അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും തേടുന്നത് എന്നാണ്. അള്ളാഹുവിന്റെ ഹക്കീം എന്ന നാമം, അള്ളാഹു നമുക്ക് ഇസ്ലാമിൽ എന്തൊക്കെ നിയമങ്ങൾ വന്നിട്ടുണ്ടോ അതിന്റെ പിന്നിലെല്ലാം കൃത്യമായ ഹിക്മത്ത് ഉണ്ട് എന്നാണ്. കൃത്യമായ ഹിക്മത്ത്. അത് എല്ലാം നമുക്ക് ബോധ്യപ്പെട്ടു കൊള്ളണമെന്നില്ല. ചിലതൊക്കെ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉൾക്കൊള്ളുകയും ബോധ്യപ്പെടാത്തതും എന്ത് ചെയ്യണം, ഉൾക്കൊള്ളണം. അവിടെയാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയായി മാറുക. ചില ആളുകൾ ഈ ഒരു സാഹചര്യത്തിൽ, നിരീശ്വരവാദികളെല്ലാം വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ചില ആളുകൾക്ക് ദീനീപരമായി എന്ത് പറഞ്ഞു കൊടുത്താലും അവർക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം, ചിന്തിച്ച് ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വശം കൂടി പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ചില മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയാകുന്നത് എപ്പോഴാണ്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, റസൂല് പറഞ്ഞിട്ടുണ്ട്, അവിടെ നിൽക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത്. സമിഅന വ അതഅന, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, ഞങ്ങൾ കേട്ടിരിക്കുന്നു. അങ്ങനെ പറയുമ്പോഴാണ് യഥാർത്ഥ ഈമാനുള്ളവനായി അവൻ മാറാന്നുള്ളതാണ്. അങ്ങനെ ഇസ്ലാമിന്റെ ഏത് കർമ്മങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിന്റെ പിന്നിലെല്ലാം ഹിക്മത്തുണ്ട്. അത് അള്ളാഹു അറിയിച്ചത് നമുക്ക് അറിയാൻ സാധിക്കും, അല്ലാത്തത് അള്ളാഹുവിലേക്ക് വിടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും, ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബാണ് ഇത് വിധിച്ചിട്ടുള്ളത്. റബ്ബ് ഹക്കീമാണ്. ഹിക്മത്തുള്ളതല്ലാത്ത ഒന്നും തന്നെ റബ്ബ് വിധിക്കുകയില്ല എന്നാണ്. ചില ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന ചില ആളുകൾ, അവർ ഇസ്ലാമിന്റെ ശിക്ഷയെക്കുറിച്ച്, ഇസ്ലാമിന്റെ ശിക്ഷാ നിയമങ്ങളെക്കുറിച്ച് പല ആളുകളും പല വിമർശനങ്ങളും തൊഴുത്തുവിടാറുണ്ട്. അതിലൊരു വിമർശനമാണ് ഇസ്ലാം എറിഞ്ഞു കൊല്ലുക എന്ന കാടത്ത നിയമമാണ് ഇസ്ലാം നടപ്പിലാക്കിയിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. വ്യഭിചരിച്ച വ്യക്തിക്കുള്ള ശിക്ഷയാണെന്ത്, എറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷ. കല്യാണം കഴിച്ച വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യും, എറിഞ്ഞു കൊല്ലുക എന്നതാണ് ശിക്ഷ. അതിന് ഒരുപാട് ഷർത്തുകളുണ്ട്. ആ ശിക്ഷ നടപ്പിലാക്കപ്പെടണമെങ്കിൽ ഒരുപാട് ഷർത്തുകളുണ്ട്. എന്തുകൊണ്ടാണ് എറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷ ഏർപ്പെടുത്തിയത്? അതിന്റെ ഹിക്മത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അദ്ദാഉ വദ്ദവാ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? പല ശിക്ഷകളും നടപ്പിലാക്കാം, ഒന്നും വേണ്ട, അദ്ദേഹത്തെ എന്ത് ചെയ്താൽ മതി, ഒരു കത്തിയെടുക്കുന്നു, അദ്ദേഹത്തിന്റെ തല വെട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് വിധിച്ചു. വ്യഭിചാരം എന്ന തിന്മക്ക് എന്തായിരിക്കും കാരണം? പലതും ചെയ്യാം, ശിക്ഷക്ക് ഏർപ്പെടുത്താമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് കല്ല് കൊണ്ട് എറിഞ്ഞെന്ത് ചെയ്യണം, അദ്ദേഹത്തെ ശിക്ഷക്ക് വിധിക്കണം എന്ന രീതിയിൽ പറയാനുള്ള കാരണം എന്തായിരിക്കും? അവിടെയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത്, വ്യഭിചരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ആസ്വാദനത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതെന്തിൽ കിട്ടൂല? അവനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നാൽ ആ ശിക്ഷക്കത് മതിയാകൂലാണ്. അതുകൊണ്ടാണ് കല്ലെറിഞ്ഞെന്ത് ചെയ്യുന്നത്, അവന്റെ ഓരോ അവയവങ്ങളും അവൻ ചെയ്ത തിന്മക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ദുനിയാവിൽ തന്നെ അനുഭവിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സന്ദർഭത്തിൽ അവന്റെ അവയവങ്ങളുടെ ഓരോ ഭാഗവും, അവൻ ആസ്വദിച്ച ഓരോ ഭാഗവും എന്ത് ചെയ്യും, ശിക്ഷക്ക് വിധേയമാകുന്നുള്ളതാണ്. ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ്, ഒരു സംശയവുമില്ല. എന്നാൽ അതോടൊപ്പം തന്നെ ശിക്ഷിക്കപ്പെടേണ്ടിടത്തോ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അതെന്തല്ല, കാരുണ്യത്തിന് വിരുദ്ധമല്ല. ചില ആളുകൾ പറയുന്നത് കാരുണ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം, ശിക്ഷിക്കേണ്ടിടത്ത് പോലും കാരുണ്യം കാണിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ് എന്ത് ചെയ്യുക ഉണ്ടാവുക. എല്ലാ തിന്മകളും എന്ത് ചെയ്യും, ആളുകൾക്ക് ചെയ്യും. തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പേടിയും ഉണ്ടാവുകയില്ല എന്ന്. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മധ്യമ നിലപാടാണ് എന്ത് ചെയ്യുക, സ്വീകരിക്കുക. കാരുണ്യം കാണിക്കേണ്ടിടത്ത് കാരുണ്യം കാണിക്കണം. അതോടൊപ്പം തന്നെ സമൂഹത്തിനോട് കാരുണ്യമുള്ള മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ശിക്ഷകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, നടപ്പിൽ വരുത്തുന്നത്. ശിക്ഷ കൃത്യമായി നടപ്പിൽ വരുത്തിയാലേ സമൂഹത്തിൽ കാരുണ്യം നിലനിൽക്കുകയുള്ളൂ എന്ന്. ഇസ്ലാമിന്റെ ശിക്ഷയെക്കുറിച്ച് മറ്റൊരു അഭിപ്രായമായി, മറ്റൊരു വിമർശനമായി ചില ആളുകൾ ഉന്നയിക്കാറുള്ളത് ചാട്ടവാറ് കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, ചാട്ടവാറ് കൊണ്ടുള്ള അടി. അത് ഇസ്ലാം നിയമമാക്കിയ ശിക്ഷയാണ്. ചിലയിടത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നിയമമാക്കിയിട്ടുണ്ട്. ആ ശിക്ഷയിൽ തന്നെ, ആ ശിക്ഷയെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ ഫുഖഹാക്കൾ പറയുന്നത് ചാട്ടവാറ് കൊണ്ട് അടിയെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെന്താ വിചാരിക്കുക, വലിച്ചെന്ത് ചെയ്യും, വലിച്ചിങ്ങനെ അടിക്കായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുക. അവിടെ പോലും ഫുഖഹാക്കൾ പറയുന്ന ഷർത്ത് വലാ യുബ്ദി ളാരിബുൻ ഇബ്തഹു, അവന്റെ കക്ഷം കാണാൻ പാടില്ല എന്നാണ്.
കക്ഷം കാണാൻ പാടില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നീട്ടി വലിച്ച് അടിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. എങ്ങനെ അടിക്കാൻ പറ്റുള്ളൂ? ഈ നിലക്കെ അടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് ഇസ്ലാമിൻ്റെ കാരുണ്യമാണ്. ഒരുപാട് ഷർത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി സ്ത്രീ ആണെങ്കിൽ സ്ത്രീയുടെ വസ്ത്രം എന്ത് ചെയ്യണം, വസ്ത്രം കെട്ടണം എന്നുള്ളതാണ്. ആ വസ്ത്രം എന്ത് ചെയ്യാൻ പാടില്ല, ഔറത്ത് കാണുന്ന ഒരവസ്ഥ ശിക്ഷയുടെ സന്ദർഭത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. എന്നാൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥയോ? ശിക്ഷയുടെ സന്ദർഭത്തിൽ പോലും കാണാൻ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവമാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അല്ലാഹു. അതിന്റെ അർത്ഥം എന്താ? എല്ലാ സമയത്തും അല്ലാഹു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. അല്ലാഹുവിന് എന്തില്ല, പ്രവർത്തിക്കാത്ത, ഒന്നും ചെയ്യാത്ത ഒരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ എന്ത് ചെയ്യണം, ഓരോ നാമങ്ങളും നമ്മൾ പരിശോധിച്ച് അത് എങ്ങനെയാണ് സമൂഹത്തിലേക്ക് സ്വാധീനിക്കുന്നത്, സമൂഹത്തിൽ എങ്ങനെയാണ് അതിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പരിശോധിച്ചുകൊണ്ട്, അങ്ങനെ പരിശോധിച്ച് അള്ളാഹുവിന് മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുക. അവിടെയാണ് ഉലമാക്കൾ പറയുന്നത് 2 രൂപത്തിലാണ് അള്ളാഹുവിന് മനസ്സിലാക്കേണ്ടതെന്ന്. അതിൽ ഒന്നാമത്തെ രൂപം അന്നദ്റു ഫീ മഫ്ഊലാതിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, അള്ളാഹുവിനെ മനസ്സിലാക്കണം. അള്ളാഹു സൃഷ്ടിച്ച ഓരോ സൃഷ്ടിയിലേക്ക് നോക്കി അതിൻ്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കി അങ്ങനെ എന്ത് ചെയ്യണം, അള്ളാഹുവിലേക്ക് എത്തിപ്പെടണം. രണ്ടാമത്തേത് അത്തഫക്കുറു ഫീ ആയാതിഹി വതദബ്ബുറുഹാ, അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹുവിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അവനിലേക്ക് എത്തിപ്പെടുക, അത് പാരായണം ചെയ്യുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അതിൻ്റെ ആശയം ഉൾക്കൊള്ളുക. അങ്ങനെ അള്ളാഹുവിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ അതാണ് നല്ല വഴി എന്നാണ്. അപ്പോൾ ഈ 2 വഴികളിലൂടെയാണ് അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് അബ്ദുറസാഖ് അൽ ബദർ ഹഫളഹുല്ലാ പറയുന്നത് ഇഖ്തിലാഉ അസ്മാഇല്ലാഹി ലിആസാരിഹാ മിനൽ ഉബൂദിയ്യ, അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ അതവൻ്റെ ആരാധനയിൽ, അവൻ്റെ ഇബാദത്തിൽ സ്വാധീനം ചെലുത്തും എന്നതാണ്. ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കുന്നതിലൂടെ സമൂഹത്തിൽ മൊത്തത്തിൽ ദുനിയാവിൽ അതിൻ്റെ സ്വാധീനങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ചുറ്റുഭാഗത്തും നടക്കുന്ന സ്വാധീനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തേത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇബാദത്തുകളിൽ എന്തൊക്കെ സ്വാധീനങ്ങൾ അത് ഉണ്ടാക്കുന്ന. ഒരു വ്യക്തി, ഒരാൾ അള്ളാഹു ആണ് ജീവിപ്പിക്കുന്നത്, അള്ളാഹു ആണ് മരിപ്പിക്കുന്നത്, അവനാണ് സൃഷ്ടിക്കുന്നതും ജനങ്ങൾക്ക് റിസ്ക് നൽകുന്നതും തടയുന്നതും കൊടുക്കുന്നതും ഉപകാരം ചെയ്യുന്നവനും ഉപദ്രവം ചെയ്യുന്നവനും എല്ലാം അള്ളാഹു ആണ് എന്നൊരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഇബാദത്ത് എന്താ? അത്തവക്കുൽ. അവനിൽ നിന്ന് എന്തെയും തവക്കുൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തവക്കുൽ എന്ന ഇബാദത്ത് അവനിൽ നിന്ന് പുറത്തു വരും. കാരണം എല്ലാം ആരാണ്? അള്ളാഹുവാണ്. എല്ലാം അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അവൻ മനസ്സിലാക്കും അള്ളാഹുവിൽ അഭയം പ്രാപിച്ചാലല്ലാതെ അവൻ ഒരു രക്ഷയുമില്ല എന്നവൻ മനസ്സിലാക്കുന്ന. അതുകൊണ്ട് എന്ത് ചെയ്യും? അവൻ അള്ളാഹുവിൽ അഭയം പ്രാപിക്കും, റസൂലിൽ അഭയം പ്രാപിക്കുകയില്ല, മറ്റു ഇതര സൃഷ്ടികളിൽ അഭയം പ്രാപിക്കുകയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ എന്താ പറഞ്ഞത്? ലാ അംലികു ലിനഫ്സി, ഞാൻ എൻ്റെ നഫ്സിന് പോലും എന്ത് ചെയ്യുന്നില്ല, ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്തുന്നില്ല എന്നാണ്. എനിക്ക് എൻ്റെ നഫ്സിന് പോലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവനാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനിലേക്ക് മാത്രമേ നമ്മുടെ അഭയം ചെന്നെത്തുകയുള്ളൂ എന്നാണ്. അതാണ് സൂറത്തുൽ ഫുർഖാനിലെ 58-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വതവക്കൽ, നീ തവക്കുൽ ചെയ്യണം. ആരിലേക്കാണ്? അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, മരിക്കാത്ത എന്നെന്നും ജീവിക്കുന്ന അള്ളാഹുവിലാണ് നീ ബരമേൽപ്പിക്കേണ്ടത്. വസബ്ബിഹ് ബിഹംദിഹി, അള്ളാഹുവിനെ നീ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറ, സൂറത്തു ശുഅറയിലെ 217-ാമത്തെ ആയത്ത്. വതവക്കൽ അലൽ അസീസിർ റഹീം, കാരുണ്യവാനായ പ്രതാപമുള്ളവനായ റബ്ബിൽ നീ ബരമേൽപ്പിക്കുക. സൂറത്തു മുസമ്മിലിലെ 9-ാമത്തെ ആയത്ത്. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വകീല, അള്ളാഹു മശ്രിഖിന്റെയും മഗ്രിബിന്റെയും റബ്ബാൻ, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. അതുകൊണ്ട് ഫത്തഖിദ്ഹു വകീല, അള്ളാഹുവിനെയാണ് തവക്കുൽ ചെയ്യാൻ വേണ്ടി നീ സ്വീകരിക്കേണ്ടത്. അള്ളാഹുവിനെയാണ് ബരമേൽപ്പിക്കാൻ വേണ്ടി, നിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, നിന്റെ ജീവിതത്തിലെ എല്ലാ വ്യവഹാരങ്ങളും അതെല്ലാം നീ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്
അള്ളാഹുവിലാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരടിമ അള്ളാഹു സമീആൻ, അള്ളാഹു ബസീറാൻ, അള്ളാഹു അലീമാൻ. അവൻ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാം ഒരുപോലെയാണ് അവൻ അറിയുന്നത്. കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്നവനാണ് റബ്ബ്. ഹൃദയങ്ങളിൽ മറച്ചു വെച്ചത് അറിയുന്നവനാണ് റബ്ബ്. അവന്റെ അറിവ് എല്ലാത്തിനെയും ചുഴന്നു നിൽക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ അറിവ് എല്ലാത്തിനെയും പൊതിയുന്നുണ്ട് എന്നൊരാൾ മനസ്സിലാക്കി കഴിഞ്ഞാലോ അവന്റെ നാവിനെ അവൻ സൂക്ഷിക്കും. അവൻ നല്ലതല്ലാതെ സംസാരിക്കുകയില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത സംസാരങ്ങൾ അവനിൽ നിന്നും ഉണ്ടാവുകയില്ല. കാരണം അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട്, അള്ളാഹു എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവന്റെ ഹൃദയത്തെ വരെ അവൻ സൂക്ഷിക്കും. കാരണം ഹൃദയത്തിന്റെ ചിന്തകളും ഹൃദയത്തിന്റെ മാറ്റങ്ങളും വരെ ആര് ഒപ്പിയെടുക്കുന്നുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒപ്പിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഖുർആനിൽ ചില ചോദ്യങ്ങളായി അള്ളാഹു ചോദിക്കുന്നത് അലം യഅലം ബി അന്നല്ലാഹ യറ, അവർ അറിയുന്നില്ലേ, അവർ അറിഞ്ഞിട്ടില്ലേ? അന്നല്ലാഹ യറ, അള്ളാഹു കാണുന്നുണ്ട് എന്നവർ അറിയുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹു കാണുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഭയങ്കര ചോദ്യമാണ്, വല്ലാത്ത ചോദ്യമാണ് എന്നുള്ളതാണ്. അതായത് തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, തിന്മയിൽ മുഴു സമയവും തിന്മയിൽ ചെലവഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ പേടിപ്പെടുത്തുന്ന ചോദ്യമാണ് അലം യഅലം ബി അന്നല്ലാഹ യറ, അവരറിഞ്ഞിട്ടില്ല അള്ളാഹു ഇതെല്ലാം കാണുന്നുണ്ട് എന്ന്. സൂറത്തുൽ ഹുജറാത്തിലെ 1-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. അള്ളാഹു എല്ലാം കേൾക്കുകയും എല്ലാം അറിയുകയും ചെയ്യുന്നു. എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എന്നുള്ളതാണ്. സൂറത്തു ഫുസ്സിലത്തിലെ 40-ാമത്തെ ആയത്ത്, ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ എന്താണോ അതൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക, എന്താ വെച്ചാ നിങ്ങൾ ചെയ്തോ. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചെല്ലാം അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. അള്ളാഹു എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. സൂറത്തുൽ ബഖറയിലെ 235-ാമത്തെ ആയത്ത്, വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹ്ദറൂ, നിങ്ങളുടെ നഫ്സിലുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ നഫ്സിലുള്ളത് പോലും അള്ളാഹു അറിയുന്നുണ്ട്. ഇബ്നു റജബ് റഹിമഹുള്ള പറയാം, ഒരിക്കൽ ഒരു റജുൽ വന്നിട്ട്, ഒരു പുരുഷൻ വന്നിട്ട് ഒരു സ്ത്രീയെ പ്രാപിക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു എന്നാണ്, ആരുമില്ല, ഒരു മരുഭൂമിയാണ്, ആരുമില്ല, ഈ സ്ത്രീയും ഈ പുരുഷനും മാത്രമാണുള്ളത്. ഈ സ്ത്രീ എന്ത് ചെയ്തു? നിരസിച്ചു എന്നാണ്. ഈ സ്ത്രീ അംഗീകരിച്ചില്ല. സ്ത്രീ പറഞ്ഞു ഞാൻ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ആ സ്ത്രീയോട് ആ പുരുഷൻ പറയുകയുണ്ടായി, മാ യറാന ഇല്ലൽ കവാകിബ്, നമ്മെ ആര് മാത്രമേ കാണുന്നുള്ളൂ? നക്ഷത്രങ്ങൾ മാത്രമാണ് നമ്മെ കാണുന്നുള്ളത്, ആരും കാണാനില്ല. ഇരുട്ടിയ രാത്രിയാണ്, മരുഭൂമിയിലാണുള്ളത്, നമുക്ക് ഈ തിന്മക്ക് മുതിരാം എന്ന് പറഞ്ഞു എന്നാണ്. ആ സമയത്ത് ആ സ്ത്രീ മറുപടി കൊടുക്കുന്നത്, ഐന മുകൗകിബുഹ, ആ നക്ഷത്രത്തെ സൃഷ്ടിച്ച ഒരു റബ്ബുണ്ടല്ലോ, അവൻ എവിടെയാണ് എന്ന് നീ അറിയുന്നില്ലെന്നാണ്. അതായത് ചോദിച്ചത് ഐനല്ലാ, അള്ളാഹു എവിടെയാണ് എന്ന് നീ മനസ്സിലാക്കുന്നില്ലേ എന്ന്. അതുകൊണ്ട് ആ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കേണ്ട ചോദ്യം. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത്, അള്ളാഹു തൃപ്തിപ്പെടാത്തത്, അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ചെയ്യാൻ പോകുന്ന സന്ദർഭത്തിൽ, അതിലേക്ക് കാലെടുത്തു വെക്കുന്ന സന്ദർഭത്തിൽ ഐനല്ലാ, അള്ളാഹു എവിടെയാണ് എന്ന ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹു കാണുന്നുണ്ട് എന്ന ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിൽ കൃത്യമായി പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ തിന്മയിലേക്ക് എത്തുകയില്ല എന്നാണ്. ഒരുപാട് ആളുകൾ യുവാക്കളിൽപ്പെട്ട ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, അവർ പരീക്ഷിക്കപ്പെട്ട വലിയ ഒരു തിന്മയാണ് കാണാൻ പാടില്ലാത്ത വൃത്തികേടുകൾ ആരുമില്ലാതെ ഒറ്റക്കായി കാണുന്നുണ്ട് എന്ന വളരെ മോശമായ വൃത്തികേട്. ആ വൃത്തികേടിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുക അള്ളാഹു കാണുന്നുണ്ട് എന്ന ചിന്തയിലൂടെ മാത്രമാണ്. ഒന്നാമത്തേതായി അവൻ ശരിപ്പെടുത്തേണ്ടത് അവൻ്റെ അഖീദയാണ്, അവൻ്റെ വിശ്വാസമാണ് അവൻ ശരിയാക്കേണ്ടത്. അള്ളാഹു ഹറാമാക്കിയ, നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്, നോട്ടം ഹറാമാണ് എന്ന് പറഞ്ഞെടുത്ത് അങ്ങനെ നോക്കി ആ നോട്ടം പിന്നെ വളരെ നീചമായ പ്രവർത്തനത്തിലേക്ക് വരെ എത്തിക്കുന്ന ഒരവസ്ഥാവിശേഷം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവിടെ നമുക്ക് രക്ഷ ലഭിക്കണോ? ഐനല്ലാ, അള്ളാഹു എവിടെയാണ് എന്ന ചോദ്യമാണ് നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തു വരേണ്ടത് എന്ന്. അവിടെയാണ് ചില ഷേഖുമാർ പറഞ്ഞു വെക്കുന്നത്, ചില പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത്, തൗഹീദുണ്ടോ പിന്നെ ഒരു കാവൽക്കാരൻ്റെയും ആവശ്യമില്ലാണ്.
എല്ലാ ആളുകൾക്കും തൗഹീദ് ഉണ്ടെങ്കിൽ ഒരു കാവൽക്കാരൻ്റെയും ആവശ്യമില്ല. കാരണം എല്ലാത്തിനുമുപരി അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, എല്ലാം കൃത്യമായി ഒപ്പിയെടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തിന് ഒരു കാവൽക്കാരൻ്റെ ആവശ്യം? ഒരു കാവൽക്കാരൻ്റെയും ആവശ്യമില്ല തൗഹീദ് ഒരാളുടെ മനസ്സിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗനിയാണ്, കരീമാണ്, റഹീമാണ്. ഒരുപാട് നന്മകൾ സൃഷ്ടികൾക്ക് അള്ളാഹു ചെയ്തു കൊടുക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറാണ്, നന്മ മാത്രമാണ് സൃഷ്ടികൾക്ക് ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശിക്കുന്നതിൽ അള്ളാഹുവിന് എന്തെങ്കിലും ഗുണമുണ്ടോ? അള്ളാഹുവിന് ഒരു ഗുണവുമില്ല. നമുക്ക് മാത്രമാണെന്ത് അതിൽ നേട്ടം എന്നുള്ളതാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹു എല്ലാം സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്. അവന് അതിൽ യാതൊരു ഉപകാരവും അള്ളാഹുവിനില്ല എന്നാണ്. കാരണം അള്ളാഹു അൽ ഗനി, ഏറ്റവും വലിയ ഉന്നതനും ഒരാളിലേക്കും ആവശ്യക്കാരനല്ലാത്തവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ നമ്മുടെ ബാധ്യതയായി ചെയ്യേണ്ടത് ഇബാദത്തുകളാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ, അവരിൽ നിന്ന് എനിക്ക് ഒരു റിസ്ക്കും വേണ്ട എന്നാണ്. വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവർ എന്നെ ഭക്ഷിപ്പിക്കേണ്ടതുമില്ല. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, അല്ലാഹു ആണ് റസ്സാഖ് എന്നാണ്. അല്ലാഹു ആണ് കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, എത്തിച്ചു കൊടുക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ യാ ഇബാദി, അല്ലാഹു വിളിക്കാൻ, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നകും ലൻ തബ്ലുഗു ദുർരി ഫതളുറൂനി, ഒരിക്കലും നിങ്ങൾ, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നകും ലൻ തബ്ലുഗു ദുർരി ഫതളുറൂനി, നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല എന്ന്. നിങ്ങളുടെ ഉപദ്രവം എന്നിലേക്ക് വന്നെത്തുകയില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് എനിക്കൊരു ഉപകാരം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരാളുടെ ഉപകാരവും ഒരാളുടെ ഉപദ്രവവും അള്ളാഹുവിന് വന്നെത്തുകയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫൂറാൻ, റഹീമാണ് എന്നൊരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന പ്രത്യേകമായ ഇബാദത്താണ് റജാ എന്ന് പറയുന്ന ഇബാദത്ത്. പ്രതീക്ഷയുണ്ടാകും. അള്ളാഹു ഗഫൂറാണ് എന്നൊരാൾ മനസ്സിലാക്കി, അള്ളാഹു റഹീമാണ് എന്ന് മനസ്സിലാക്കി, എത്ര തന്നെ പാപത്തിൽ വിഹരിച്ച വ്യക്തിയാണെങ്കിലും, പാപത്തിൽ മുങ്ങിക്കുളിച്ച വ്യക്തിയാണെങ്കിലും ഓൻക്ക് പ്രതീക്ഷ എന്ന് പറയുന്ന ഇബാദത്ത് അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇബാദത്തുകൾ, അതെങ്ങനെയുള്ള ഇബാദത്തുകളാണ്? പ്രത്യേകിച്ചും കൽബിയായ ഇബാദത്തുകളാണ്, ഹൃദയവുമായി ബന്ധപ്പെട്ട ഇബാദത്താണ്. തവക്കുലുണ്ടാകും, ഖശിയത്ത് ഉണ്ടാകും, പേടി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷയും അവനുണ്ടാകുന്ന. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ ഫഖീറുകളാണ് എന്നാണ്, നിങ്ങൾ പാപ്പരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് നമ്മൾ എല്ലാ നിലക്കും പാപ്പരാണ്, എല്ലാ നിലക്കും നമ്മൾ ഫഖീറുകളാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമുക്ക് വിജയം. എവിടെയെങ്കിലും നമുക്ക് തോന്നുകയാണ് ഇത് എൻ്റേതാണ്, ഇത് ഞാൻ ഉടമപ്പെടുത്തുന്നതാണ്, ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെയാണ് നമ്മുടെ പരാജയത്തിൻ്റെ ആരംഭം എന്നുള്ളതാണ്. കാരണം അള്ളാഹുവാണ് അൽ ഗനി, നമ്മൾ അൽ ഫഖീറാണ്. പൂർണ്ണമായ പാപ്പരത്വമാണ് നമുക്കുള്ളത്. ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നമ്മൾ അള്ളാഹുവിലേക്കാണ് നമ്മുടെ അവലംബം തിരിച്ചുവിടേണ്ടത്. എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതൊക്കെ ക്രയവിക്രയം ചെയ്യാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവാദം തന്നിട്ടുള്ളതാണ്. അതല്ലാതെ നമുക്ക് ദുനിയാവിൽ നമ്മുടേതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ ഒന്നും തന്നെ നമുക്കില്ല എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഒരടിമ അള്ളാഹുവിൻ്റെ നീതിയെക്കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതികാരത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കോപത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ദേശത്തെക്കുറിച്ചും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ ഖശിയത്തുണ്ടാകും, അള്ളാഹുവിനോടുള്ള പേടി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അവൻ എല്ലാ നിലക്കും അള്ളാഹു ഇഷ്ടപ്പെടാത്തതിൽ നിന്ന് അവൻ വിട്ടുനിൽക്കും. അതുകൊണ്ട് ഖശിയത്ത് എന്ന ഗുണം, അള്ളാഹുവിനെ പേടിക്കുക എന്ന ഗുണം ഒരടിമക്ക് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഏറ്റവും വലിയ ഇബാദത്താണ്. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഖശിയത്ത് എന്ന് പറയുന്ന ഇബാദത്ത്. പക്ഷേ വളരെ ഖേദകരമെന്ന് പറയട്ടെ, മനുഷ്യന്മാരുടെ മനസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എടുക്കപ്പെട്ട ഒരു ഇബാദത്തുണ്ടെങ്കിൽ അത് ഖശിയത്തായിരിക്കും. അള്ളാഹുവിനെ പേടിക്കുക എന്ന സൽഗുണം ദിവസങ്ങൾ കഴിയുന്തോറും അതിങ്ങനെ മങ്ങിപ്പോകാൻ,
അത് അതിൻ്റെ ശക്തി മങ്ങിക്കൊണ്ടിരിക്കാൻ. സ്വന്തം ജീവിതത്തിലേക്ക് നമ്മൾ മറ്റുള്ള ആരിലേക്ക് നോക്കേണ്ടതില്ല, നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ മതി. അള്ളാഹുവിനെ എത്രത്തോളം നമ്മൾ ഭയപ്പെടുന്നുണ്ട് എന്നതിന് നമ്മുടെ ജീവിതം സാക്ഷിയാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള ഭയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ അതല്ല വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മൾ പരിശോധിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ഉന്നതിയെക്കുറിച്ചും ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുള്ളതാണ്. ഉന്നതനായ വ്യക്തി ഒരിക്കലും നമ്മൾ സ്നേഹിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കും. അത്രയും മഹത്വത്തിനുടമയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, അത്രയും ഉന്നതിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ളത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത്, വ അന്നല്ലാഹ ഹുവൽ അലിയ്യുൽ കബീർ, അവനാണ് ഏറ്റവും ഉന്നതനായവൻ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ മഹബ്ബത്ത് എന്ന് പറയുന്ന ഇബാദത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന, ഒരു മനുഷ്യനെ ചലിപ്പിക്കുന്നത്, അവൻ ഇരുന്ന ഇടത്തിൽ നിന്ന് അവനെ ചലിപ്പിക്കുന്നത്, അവനെ അനക്കുന്നത് മഹബ്ബത്ത് എന്ന് പറയുന്ന ഘടകമാണ്. നമുക്കിഷ്ടമില്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാൻ മുതിരുകയില്ല എന്നാണ്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇവരൊക്കെ പറഞ്ഞ വിഷയമാണ് മഹബ്ബത്താണ് എല്ലാത്തിൻ്റെയും അസ്ലെന്ന്. സ്നേഹമാണ് നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുന്നത്, രാത്രി എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്നത്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ആ സ്നേഹത്തിന്റെ കുറവനുസരിച്ച് അവന്റെ ഇബാദത്തിലും അവന് കുറവുണ്ടാകുന്ന. ഇനി അള്ളാഹുവിന്റെ പൂർണ്ണതയെക്കുറിച്ചും ഭംഗിയെക്കുറിച്ചും ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവാണ് ഏറ്റവും ഭംഗിയുള്ളവൻ, അള്ളാഹുവാണ് ഏറ്റവും ഭംഗിയുള്ളവൻ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന അള്ളാഹുവിന്റെ പ്രവാചകനെ കണ്ടപ്പോൾ ചില ആളുകൾ അത്ഭുതപ്പെട്ടിട്ട് എന്ത് ചെയ്തു? അവരുടെ കൈകൾ അവർ മുറിച്ചു. എന്നാൽ അതേ സമയത്ത് ആ യൂസുഫ് നബിയെ സൃഷ്ടിച്ച റബ്ബ് എത്ര ഭംഗിയുടയവനായിരിക്കും. ഇന്നല്ലാഹ ജമീലുൻ, അള്ളാഹു ഭംഗിയുള്ളവനാണ്. യുഹിബ്ബുൽ ജമാൽ, ഭംഗിയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അള്ളാഹു ഭംഗിയുള്ളവനാണ് എന്നൊരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇബാദത്തിൽ വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ് അള്ളാഹുവിനെ കാണാൻ വേണ്ടി അവൻ കൊതിക്കുന്നുള്ളതാണ്. അള്ളാഹുവിനെ കാണാൻ വേണ്ടി അവൻ ആഗ്രഹിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅ. ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു അവനെ കണ്ടുമുട്ടണമെന്ന് ഇഷ്ടപ്പെടുന്ന. അപ്പം അതുകൊണ്ട് അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇബാദത്താണ് അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എന്താണ് അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാമാണ്. അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും അതിനു വേണ്ടിയാണ് നമ്മൾ കാത്തു നിൽക്കേണ്ടത്. സ്വർഗ്ഗക്കാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കണ്ടു കഴിയുമ്പോൾ അവർ എല്ലാ അനുഗ്രഹങ്ങളും അവർ മറന്നുപോകും. അതായത് നമ്മൾ ജനിച്ച അന്ന് മുതൽ മരിക്കുന്ന അന്നേ ദിവസം വരെ നമുക്ക് വേണ്ട സർവ്വതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ എല്ലാം. അങ്ങനെയുള്ള റബ്ബിനെയാണ് നമ്മൾ കാണാൻ പോകുന്നതെന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആ റബ്ബിനെ കാണുന്ന സന്ദർഭമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സന്ദർഭം. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ്. അള്ളാഹുവിനെ കാണാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നഷ്ടമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പഠിക്കുന്നതിലൂടെ ഹൃദയത്തിൽ നിന്ന് ഒരുപാട് ഇബാദത്തുകൾ പുറത്തു വരുന്ന, തവക്കുല് പോലെ, റജാ പോലെ, ഖശിയത്ത് പോലെ, ഇങ്ങനെ ഓരോ ഇബാദത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ഓരോ നാമങ്ങളും നമ്മൾ കൃത്യമായി പഠനത്തിന് വിധേയമാക്കണം. അവസാനമായി പറയാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ നാമത്തെ വിശേഷിപ്പിച്ചത് അസ്മാഉല്ലാഹി കുല്ലുഹാ ഹുസ്ന. അള്ളാഹുവിന്റെ നാമങ്ങളെല്ലാം ഹുസ്നയാണ് എന്ന്, ഏറ്റവും നല്ലതാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ. എത്ര ആയത്തുകളിലാണ് അൽ അസ്മാഉൽ ഹുസ്ന എന്ന വിശേഷണം വന്നിട്ടുള്ളത്? അൽ അസ്മാഉ അൽ ഹുസ്ന. എത്ര ആയത്തുകളിൽ അൽ അസ്മാഉൽ ഹുസ്ന എന്ന് വന്നിട്ടുണ്ട്?
അൽ അസ്മാ പേരുകൾ, അൽ ഹുസ്ന ഏറ്റവും നല്ല പേരുകൾ എന്നാണ് അർത്ഥം. ഏറ്റവും നല്ല പേരുകൾ. 4 ആയത്തുകളിലാണ് അൽ അസ്മാഉ അൽ ഹുസ്ന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചുള്ളത്. ഒന്ന് സൂറത്തുൽ അഅറാഫിലെ 180-ാമത്തെ ആയത്താണ്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. രണ്ടാമത്തേത് സൂറത്തുൽ ഇസ്രായിലെ 110-ാമത്തെ ആയത്താണ്, ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. മൂന്നാമത്തേത് സൂറത്തുൽ ഹശ്റിലെ 24-ാമത്തെ ആയത്ത്, ലഹുൽ അസ്മാഉൽ ഹുസ്ന. നാലാമത്തേത് സൂറത്തു ത്വാഹയിലെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. എന്താണ് ഹുസ്നയുടെ അർത്ഥം? ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്. അതിന് ഉലമാക്കൾ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, ബാലിഗത്തുൻ ഫിൽ ഹുസ്നി ലാ മുൻതഹ ലഹു. ഏറ്റവും നല്ലതാണ്, പക്ഷെ ആ നല്ലതിന് എന്തില്ല, ഒരു അവസാനമില്ല എന്ന്. അവസാനമില്ലാത്ത നിലക്ക് ഏറ്റവും നന്നായ പേരുകൾ. കാരണം അവസാനമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താവൂല, അത് ശരിയാവുകയില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ നാമം ഏറ്റവും നല്ലതാണ്, ആ നല്ലതിന് ഒരവസാനമില്ല എന്ന്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവസാനിക്കൽ അധികവും എന്താണ്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ വെച്ചുകൊണ്ടാണ്. പക്ഷെ ആ നാമത്തിന് എന്തുമായി ബന്ധമുണ്ട്? ആ ആയത്തുമായി ബന്ധമുണ്ടാകുന്ന. ഒരിക്കൽ അസ്മഈ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ആയത്ത് പാരായണം ചെയ്തു, വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ. നിങ്ങൾ എന്ത് ചെയ്യണം? കട്ട സ്ത്രീയുടെയും പുരുഷന്റെയും കൈ വെട്ടണം എന്ന് പറഞ്ഞു. ജസാഅൻ ബിമാ കസബ നകാലൻ മിനല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. ആയത്ത് അവസാനിപ്പിച്ചത് എന്താ? അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന ആയത്ത് അവസാനിപ്പിച്ചു. അപ്പൊ ഈ ആയത്ത് ഒരു അഅറാബി കേട്ട സന്ദർഭത്തിൽ അഅറാബി ചോദിച്ചു എന്നാണ്, കലാമു മൻ ഹാദാ, ഇത് ആരുടെ സംസാരമാണ്? അപ്പൊ അസ്മഈ പറഞ്ഞു, കലാമുല്ലാ, അള്ളാഹുവിന്റെ സംസാരമാണെന്ന് പറഞ്ഞു. അപ്പൊ അഅറാബി പറഞ്ഞു, അഇദ്, നീ വീണ്ടും ഒന്ന് ആവർത്തിക്കുന്നു പറഞ്ഞു. ആയത്ത് എന്ത് ചെയ്തു? ആവർത്തിച്ചു. ആ സമയത്ത് ഈ അഅറാബി പറഞ്ഞു, ലൈസ ഹാദാ കലാമുല്ലാ, ഇതെന്തല്ല, ഇത് വിശുദ്ധ ഖുർആനിലെ ആയത്തല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അസ്മഈ ശ്രദ്ധിച്ചു. എന്നിട്ട് അസ്മഈ തിരുത്തിനാണ്. ആയത്തിൽ പ്രതിപാദിക്കുന്നത് എന്താ? കട്ട സ്ത്രീയുടെയും പുരുഷന്റെയും കൈവെട്ടണം. ആയത്ത് അവസാനിക്കുന്നതോ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കാരുണ്യവാനുമാണ്. എന്നിട്ട് അസ്മഈ തിരുത്തി ഓതി, വല്ലാഹു അസീസുൻ ഹകീം, അള്ളാഹു പ്രതാപിയും ഹിക്മത്തുടയവനുമാണ് എന്ന് അസ്മഈ തിരുത്തി ഓതിനാണ്. അങ്ങനെയാണ് അത് ഓതേണ്ടത്. കാരണം ശിക്ഷയുടെ ആയത്താണ് പറയുന്നത്. ആ ശിക്ഷയുടെ ആയത്ത് പറയുന്നിടത്ത് അള്ളാഹു ഗഫൂറാണ് റഹീമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താ? അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ്. അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ആയത്തുകൾ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അവസാനിക്കുന്നത് ഗഫൂറും റഹീമും എന്ന പദം കൊണ്ടാണെങ്കിൽ അത്തരം ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു പുറത്തു കൊടുക്കാൻ തയ്യാറാണ് എന്നതിനെയാണ് അറിയിക്കുന്നത്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നതിനെയാണ് അറിയിക്കുന്നത് എന്ന്. ആ സമയത്ത് അഅറാബി പറഞ്ഞു എന്നാണ്, അസബ്ത ഹാദാ കലാമുല്ലാ, ഇപ്പോഴാണ് എന്ത് ചെയ്തത്? നീ ശരിയാക്കിയത്, ഇതാണ് അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞു. അങ്ങനെ അസ്മഈ ചോദിച്ചു, അതഖ്റഉൽ ഖുർആൻ, നീ ഖുർആൻ ഓതിയിട്ടുണ്ടോ? മിൻ ഐന അലിംത, നീ ഇത് എവിടെ നിന്നാണ് മനസ്സിലാക്കിയത്? അപ്പൊ അഅറാബി പറഞ്ഞു എന്നാണ്, യാ ഹാദാ അസ്സ ഫഹകം, നീ മനസ്സിലാക്കേണ്ടത് ഇസ്സത്ത് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്? പ്രതാപമുള്ളത് കൊണ്ടാണ് അള്ളാഹു വിധിച്ചത്. പ്രതാപമുള്ള ഒരാൾക്കേ വിധിക്കാൻ പറ്റുള്ളൂ. ഫഖതഅ വലൗ ഗഫറ വറഹിമ ലമാ ഖതഅ, അള്ളാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്നാണ് അവിടെ പാരായണം ചെയ്യുന്നതെങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യുമായിരുന്നു? അള്ളാഹ് പുറത്തു കൊടുക്കുമായിരുന്നു. ഒരിക്കലും കൈമുറിക്കാൻ വേണ്ടിയും അള്ളാഹു കൽപ്പിക്കുമായിരുന്നില്ല എന്ന് അസ്മഈയോട് ആ അഅറാബി പറഞ്ഞു കൊടുത്തു. ഒരുപാട് ആയത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾക്ക് ആയത്തിൻ്റെ തുടക്കവുമായി ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ട വിഷയവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടെന്ന്. സൂറത്തുൽ ബഖറയിലെ 127-ാമത്തെ ആയത്ത്, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, റബ്ബേ തഖബ്ബൽ മിന്ന, നമ്മിൽ നിന്ന് നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവിടെ അവസാനിക്കുന്നത് എന്താ? അവസാനിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിക്കോ, ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നുണ്ട്, നമ്മൾ ചെയ്തതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നീ കാണുന്നുമുണ്ട് എന്നാണ്. എന്നിട്ട് അടുത്ത ആയത്ത് സൂറത്തുൽ മുഅ്മിനൂനിലെ 118-ാമത്തെ ആയത്ത്, വഖുർ റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ. വഖുൽ, നബിയെ താങ്കൾ പറയണം, റബ്ബിഗ്ഫിർ, റബ്ബേ എനിക്ക് നീ പുറത്തു തരണം, വർഹം, നീ കാരുണ്യം ചെയ്യണം,
വഅൻത ഖൈറുർ റാഹിമീൻ, കാരുണ്യം ചെയ്യുന്നവൻ ഏറ്റവും ഖൈറായവനാണ് നീ. സൂറത്തുൽ അറാഫിലെ 89-ാമത്തെ ആയത്ത്, റബ്ബന ഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ്, റബ്ബേ എൻ്റെയും എൻ്റെ സമൂഹത്തിനിടയിലും ഏതൊരു വിഷയത്തിലാണോ ഞങ്ങൾ പരസ്പരം തർക്കത്തിലുള്ളത് ആ തർക്കം അത് നീ തീർത്തു തരണം. ആ തർക്കത്തിൽ നീ ഒരു തുറവി നൽകണം. അതിലെന്താണോ ഏതാണോ ശരിയായ വീക്ഷണം അത് നീ ഞങ്ങൾക്കിടയിൽ വെളിവാക്കണം. എന്നിട്ട് അവസാനിപ്പിക്കുന്നതോ വഅൻത ഖൈറുൽ ഫാതിഹീൻ, ഏറ്റവും നല്ല നിലക്ക് തർക്കം തീർക്കുകയും അതിലൊരു തുറവി കൊടുക്കുകയും ചെയ്യുന്നവൻ നീയാണ് എന്ന് സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പോൾ ഇതാണ് അൽ അസ്മാഉ അൽ ഹുസ്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അൽ ഹുസ്നയാണ്, ഏറ്റവും നല്ലതായ നാമങ്ങളാണ്. ആ നല്ലതിന് ഒരു അവസാനവുമില്ല എന്ന്. ഭൂമിയിൽ നല്ലതാണ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതൊക്കെ അതിനെന്തുണ്ട്, അതിൻ്റെ ഒരു പരിധിയുണ്ട്. നല്ലത് എന്ന് പറയുമ്പോൾ അതിനൊരു പരിധിയുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ നല്ലതാണ് എന്ന് പറയുമ്പോൾ പരിധിയില്ലാത്ത നിലക്കാണ് അതിൻ്റെ നന്മ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളും വിശേഷണങ്ങളും കൂടുതലായി മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ജീവിതത്തിൽ ഇടപെടിപ്പിക്കുകയും എല്ലാ പ്രശ്നങ്ങളിലും അവനെ മാത്രം അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുകയും അതിലായി തന്നെ മരണപ്പെടുകയും ചെയ്യുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.